നമസ്കാരം. തിരഞ്ഞെടുപ്പുകളിൽ EVM എന്ന് വിളിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നതിന് എതിരെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു പോരുന്ന ആരോപണങ്ങൾ നിരവധി തവണ ചർച്ചയായതാണ്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വേളയിൽ. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട വോട്ടിംഗ് മെഷീനിലെ എല്ലാ വോട്ടുകളും വിവിപാറ്റുമായി ഒത്തുനോക്കണം എന്ന ഹർജി പരിഗണിക്കവേ രാജ്യത്തെ നടപ്പ് രീതിയും തിരഞ്ഞെടുപ്പ് സംവിധാനവും മികച്ചതാണെന്നും അമിത സംശയവും നല്ലതല്ലെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. സുപ്രീം കോടതിയിൽ ഹാജരായ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധി വോട്ടിംഗ് മെഷീന്റെയും വിവിപാറ്റിന്റെയും പ്രവർത്തന രീതികളും സാങ്കേതിക വശങ്ങളും വിശദമായി തന്നെ കോടതി മുൻപാകെ വിശദീകരിച്ചു. 4 കോടി വിവിപാറ്റുകൾ താരതമ്യ പഠനം നടത്തിയെന്നും ഒരു തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും കമ്മീഷൻ കോടതിയെ ബോധിപ്പിച്ചതും കോടതിക്ക് യാഥാർത്ഥ്യം മനസ്സിലാകാൻ സഹായകരമായി. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ കാസർഗോഡ് മണ്ഡലത്തിൽ നടന്ന മോക്ക് പോളിൽ BJPക്ക് കൂടുതൽ വോട്ട് കിട്ടി എന്ന വാർത്ത കോടതിയിൽ ഉന്നയിച്ചിരുന്നു. അവിടെ വോട്ടിംഗ് മെഷീൻ റിട്ടേണിംഗ് ഓഫീസർമാരുടെയും പോൾ ഏജന്റുമാരുടെയും മുമ്പിൽ വെച്ച് ബെല്ലിൽ നിന്നുള്ള എഞ്ചിനീയർമാർ പരിശോധിച്ച ശേഷം നടത്തിയ മോക്ക് പോളിൽ വിവിപാറ്റിൽ നിന്നും അധികമായി വന്ന ഒരു പ്രിന്റ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. പക്ഷേ ആ സ്ലിപ്പിൽ തന്നെ നോട്ട് ടു ബി കൗണ്ടഡ് എന്ന് രേഖപ്പെടുത്തിയിരുന്നതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ഇത് അധികമായി വന്ന പ്രിന്റ് തന്നെയെന്ന് മിഷൻ വിലയിരുത്തിയതിന്റെ രേഖയായിരുന്നു അത്. പ്രശാന്ത് ഭൂഷൺ ഉന്നയിച്ച ഈ ആരോപണത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ഹാജരാക്കി സംശയ നിവാരണം നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിൽ കാലാകാലങ്ങളായി നടന്നുവന്ന കുറ്റമറ്റതും കൃത്യവും ബൃഹത്തായതുമായ തിരഞ്ഞെടുപ്പ് രീതിയെ അവഹേളിക്കുവാനും വിമർശിക്കുവാനും പ്രതിപക്ഷത്തെ ചിലരെങ്കിലും കാണിക്കുന്ന അമിതമായ താല്പര്യം പൂർണ്ണമായും സ്വതന്ത്രമായി പ്രവർത്തിച്ചു വരുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന ഡിപ്പാർട്ട്മെന്റിനെ താറടിച്ചു കാണിക്കുവാൻ വേണ്ടി മാത്രമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നപ്പോഴും കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോഴും ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയും തമിഴ്നാട്ടിൽ DMKയും വെസ്റ്റ് ബംഗാളിൽ TMCയും ഒറീസയിൽ ബിജു പട്നായിക്കും അധികാരത്തിൽ എത്തിയപ്പോഴും ഒരിക്കലും ഉയർന്നു കേൾക്കാതിരുന്ന ആരോപണങ്ങൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉയർത്തിക്കൊണ്ടുവരുന്നതിന്റെ പിറകിൽ രാഷ്ട്രീയമാണെങ്കിൽ കൂടി തന്നെ അത് സുതാര്യമായ ഇലക്ഷൻ കമ്മീഷനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. സംശയിക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും തെറ്റൊന്നുമില്ല. പക്ഷേ അമിതമായ സംശയം ഒരു രോഗലക്ഷണമല്ലേ എന്ന് പൊതുജനം പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതായി വരും. ഇലക്ഷൻ കമ്മീഷനിലും നിലവിലുള്ള സംവിധാനങ്ങളിലും വിശ്വാസമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ ഇലക്ഷനിലും വർദ്ധിച്ചു വരുന്ന വോട്ടർമാർ തന്നെയാണ്. ജയ് ഹിന്ദ്.